കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് നമുക്ക് തരുന്ന ചില വാക്കുകളാണ്, സന്ദേശങ്ങളാണ് ഇവ. സന്തോഷം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ആവശ്യങ്ങളിൽ ഒന്നുമാണ്. സന്തോഷമില്ലാത്ത ജീവിതം വളരെ ദുഷ്കരമാണ്. എപ്പോഴും സന്തോഷത്തോടു കൂടെ ഇരിക്കുവാനാണ് എല്ലാവർക്കും ഇഷ്ടം. സന്തോഷത്തിനായി മനുഷ്യൻ എന്തു വിലയും കൊടുക്കുവാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുവാൻ മനുഷ്യൻ മടിയില്ലാത്തവനാണ്. പക്ഷേ എപ്പോഴും സന്തോഷിക്കുവാൻ ആർക്കും കഴിയുന്നില്ല എന്നതാണ് സത്യം. ദുഃഖം അനുഭവിക്കാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ധാരാളം സന്തോഷങ്ങൾ അനുഭവിക്കുന്നവർ പോലും ചിലപ്പോൾ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. ചില കാര്യങ്ങളിലെങ്കിലും അവർ ദുഃഖിതരായിരിക്കാം. ഇപ്പോഴും ദൈവമക്കളായവർ പോലും എപ്പോഴും സന്തോഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും പലതിലും അവർ നിരന്തരമായി ദുഃഖിക്കുന്നവർ കൂടിയാണ്. സന്തോഷം എപ്പോഴും അനുഭവിക്കുക ഏറെക്കുറെ അസാധ്യം എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു മനുഷ്യ ജീവിത സാഹചര്യത്തിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന പൗലോസിൻ്റെ ഉപദേശം അല്പം അതിര് കടന്നതല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. എപ്പോഴും സന്തോഷിക്കുവാൻ ആർക്കാണ് കഴിയുക? ഒരു ദുഃഖവും ഒരിക്കലും അനുഭവിക്കാതെ മുഴുവൻ കാലവും ജീവിച്ച് തീർക്കുവാൻ ആർക്ക് കഴിയും? എങ്ങനെ കഴിയും? ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. കഴിയില്ല എന്നതാണ് സത്യം. പക്ഷേ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം നമുക്ക് ആ സന്തോഷം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ശരിയായ രീതിയിൽ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും സന്തോഷിപ്പാൻ കഴിയാതെ പോകുന്നത്. ഫിലിപ്പിയർ 4:4-5 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു, നാം കേട്ടതുപോലെ: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യന് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നാം ആദ്യം കണ്ടെത്തേണ്ടത്. ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല. ചിലർ സന്തോഷിക്കുന്നത് സമ്പത്തിലാണ്. പക്ഷേ സമ്പത്ത് ശാശ്വതമല്ല. സമ്പത്ത് കൂടുമ്പോൾ സന്തോഷിക്കുമെങ്കിലും കുറയുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. ധാരാളം സമ്പത്തുള്ളവനും കൂടുതൽ നേടാനുള്ള വ്യഗ്രതയ്ക്കിടെ ഉള്ളതിൽ സന്തോഷിപ്പാൻ പോലും അവന് കഴിയുന്നില്ല. മറ്റുള്ളവരുടെ കയ്യിലുള്ളത്രയും എനിക്കില്ലല്ലോ എന്ന ഒരു ദുഃഖവും കൂടുതൽ സമ്പത്തുള്ളവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ സമ്പത്തിൽ മനുഷ്യന് സന്തോഷിക്കുവാൻ കഴിയില്ല എന്നതാണ് ഒരു സത്യം. ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും സന്തോഷിക്കുന്ന പലരുമുണ്ട്. പക്ഷേ എപ്പോഴും അവയിൽ സന്തോഷിക്കുവാൻ കഴിയുമോ? ഇല്ല. ആരോഗ്യം ഏത് സമയവും ക്ഷയിച്ചു പോകാം. ഒരു രോഗം, ഒരു അപകടം, ഒരു വൈറസ് ബാധ, ഇത്രയും മതി എല്ലാ ആരോഗ്യവും സൗന്ദര്യവും അവസാനിക്കുവാൻ, ക്ഷയിക്കുവാൻ. പിന്നെ ആ സന്തോഷം ഇല്ലാതെയായി മനുഷ്യൻ ദുഃഖിതനാകുന്നു. സ്ഥാനമാനങ്ങളിലും അധികാരത്തിലും എപ്പോഴും സന്തോഷിക്കുവാൻ ആർക്കും കഴിയില്ല. അതിൽ സന്തോഷിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു സ്ഥാനത്തെത്തുമ്പോൾ സന്തോഷിക്കുന്ന മനുഷ്യൻ ആ സ്ഥാനം നഷ്ടമാകുന്ന സമയത്ത് അവൻ ദുഃഖിക്കുന്നു, അവന് സങ്കടമുണ്ടാകുന്നു. സ്നേഹബന്ധങ്ങളിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? അവിടെയും ആർക്കും എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയില്ല. കാരണം സ്നേഹിക്കുന്നവരെന്ന് നാം കരുതുന്നവർ കാര്യം കഴിയുമ്പോഴോ തെറ്റിദ്ധാരണ മൂലമോ നമ്മെ ഒഴിവാക്കുവാൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഒരിക്കൽ സന്തോഷം അനുഭവിച്ച നാം ആ വ്യക്തികളിൽ തന്നെ ദുഃഖിതരാകുന്നു. അവർ മൂലം ദുഃഖിതരാകുന്നു. ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിൽ അകമഴിഞ്ഞ് സന്തോഷിച്ച പല മാതാപിതാക്കളും പിന്നീട് അതേ കുഞ്ഞു മൂലം തീരാ ദുഃഖത്തിലാകുന്നത് നാം കാണുന്നുണ്ട്. ഹതഭാഗ്യരായ പല കുഞ്ഞുങ്ങളുടെയും ദുഃഖം എന്തിനൊക്കെയോ വേണ്ടി അവരെ ഉപേക്ഷിച്ച മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളിലും മക്കൾക്ക് മാതാപിതാക്കളിലും എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയാറില്ല. സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം, സ്ഥാനം, അധികാരം, ബന്ധങ്ങൾ ഇവയൊന്നിലും മനുഷ്യന് എപ്പോഴും സന്തോഷിപ്പാൻ കഴിയില്ല എന്നത് ശാശ്വതമായ ഒരു പ്രപഞ്ച സത്യം മാത്രമാണ്. പക്ഷേ ശാശ്വതമായ, മാറിപ്പോകാത്ത, ഒരിക്കലും അവസാനിക്കാത്ത, ഇല്ലാതാകാത്തതായ ഒന്നുണ്ട്, ഒരുവനുണ്ട്. ആര് കൈവിട്ടാലും കൈവിടാത്ത, ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ട്. എല്ലാം നഷ്ടമായാലും നമുക്കൊരിക്കലും നഷ്ടമാകാത്ത ഒരു സ്നേഹം അവിടുന്ന് നമുക്ക് തരുന്നുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനാണ്. എല്ലാവരും ദുഃഖിപ്പിച്ചാലും നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് ആ നമ്മുടെ കർത്താവ്. ലോകത്തിൽ സന്തോഷം നൽകുന്ന ഒന്നും നിലനിൽക്കുന്നില്ല, ഒന്നും ശാശ്വതമല്ല. പക്ഷേ എന്നേക്കും ജീവിക്കുന്ന യേശുവിന് ഒരു മാറ്റവുമില്ല. ആ കർത്താവിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന്. നിലനിൽപ്പില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മുടെ സന്തോഷമെങ്കിൽ ആ സന്തോഷവും നിലനിൽക്കില്ല. എന്തിൽ സന്തോഷിക്കുന്നുവോ അത് ഇല്ലാതെയാകുമ്പോൾ ആ സന്തോഷവും ഇല്ലാതെയാകുന്നു. പക്ഷേ യേശു കർത്താവ് ഇല്ലാതെയാകുന്നില്ല.
ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാതെ ഒരുപോലെ ജീവിക്കുന്നവൻ, നിലനിൽക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കർത്താവിലാണ് നമ്മുടെ സന്തോഷമെങ്കിൽ കർത്താവിന് അവസാനമില്ലാത്തതുപോലെ കർത്താവിലുള്ള നമ്മുടെ സന്തോഷവും ഒരിക്കലും അവസാനിക്കില്ല. കർത്താവ് എപ്പോഴും ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ കഴിയും. കർത്താവ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായാൽ, നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായാൽ പിന്നെ ഒന്നിനും നമ്മെ ദുഃഖിപ്പിക്കുവാൻ കഴിയില്ല. ദുഃഖത്തിനുള്ള കാരണങ്ങളുണ്ടായാലും നമുക്ക് ദുഃഖം തോന്നുകയില്ല. കാരണം കർത്താവിലുള്ള സന്തോഷം അത്ര വലുതായിരിക്കും. ആ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, കർത്താവിൽ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.